രണ്ട് കൽപ്പനകളെക്കുറിച്ച് ഒരു കഥയുണ്ട്. പക്ഷേ ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന കഥയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടന്നാലോ? ഇപ്പോ നമ്മളെല്ലാവരും പഠിച്ചിട്ടില്ല നമുക്കറിയാവുന്ന 10 കൽപ്പനകളുണ്ടല്ലോ. അത് യഥാർത്ഥത്തിലുള്ളതായിരുന്നില്ലെങ്കിലോ? എസ്സെയിൻ പാരമ്പര്യം പറയുന്നത് അങ്ങനെയൊരു കാര്യമാണ്. അതായത് സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് ആദ്യം കിട്ടിയത് നമ്മൾക്കറിയാവുന്ന കൽപ്പനകളല്ലത്രേ. അതെന്താ അങ്ങനെ? നമുക്കൊണ്ട് നോക്കാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് സീനായ് മലയിൽ നിന്നാണ്. മോശയെ അങ്ങോട്ട് വിളിക്കുകയാണ്. പക്ഷെ എന്തിനാണെന്നോ? ഒരു സാധാരണ നിയമം സ്വീകരിക്കാനല്ല, മറിച്ച് വളരെ സവിശേഷമായ ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടിയുള്ള ഒരു നിയമം കൈമാറാനായിരുന്നു അത്. അവിടത്തെ ആ ഒരു സാഹചര്യം ഒന്നോർത്തു നോക്കൂ. സീനായ് മല മുഴുവൻ പുകയിൽ മൂടിയിരിക്കുകയാണ്. കാരണം കർത്താവ് തീയിലാണത്രേ അവിടേക്ക് ഇറങ്ങിയത്. ആ മല മുഴുവൻ ശക്തിയായി വിറയ്ക്കുന്നു. ഒരു വലിയ ദിവ്യ വെളിപാടിനുള്ള ഒരുക്കമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഈ വെളിപാട് എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നില്ല. അത് പ്രകാശത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടർക്കും വേണ്ടി മാത്രമായിരുന്നു. അപ്പൊ സ്വാഭാവികമായ ഒരു ചോദ്യം വരും, അല്ലേ? ആരാണീ പ്രകാശത്തിന്റെ മക്കൾ? ഈ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് അദൃശ്യമായ നിയമം, അതായത് പുറമേ നിന്ന് ആരും പറഞ്ഞുകൊടുക്കാതെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് തന്നെ ശരിയേതെന്ന് മനസ്സിലാക്കാനും അത് പിന്തുടരാനും കഴിവുള്ള ആളുകളാണിവർ. അവർക്കു വേണ്ടിയായിരുന്നു ആ ആദ്യത്തെ നിയമം. ഇവിടെയാണ് കേട്ടോ കഥയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗം വരുന്നത്. മോശയ്ക്ക് ആദ്യം ലഭിച്ച ആ നിയമം നമ്മളിന്ന് 10 കൽപ്പനകളെന്ന് പറഞ്ഞ് പഠിക്കുന്നതിൽ നിന്ന് അടിമുടി വ്യത്യസ്തമായിരുന്നു. ആ അദൃശ്യമായ കൽപ്പനകൾ എന്തായിരുന്നു എന്നല്ലേ? അതായത് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന രീതിയിലുള്ള വിലക്കുകളായിരുന്നില്ല അത്. മറിച്ച് അദൃശ്യ നിയമം എന്ന് വിളിക്കുന്ന ഒരുതരം ആത്മീയ ഉടമ്പടിയായിരുന്നു. ആദിയും അന്തവുമില്ലാത്ത അദൃശ്യ നിയമം ഞാനാകുന്നു. എനിക്ക് മുൻപേ നിനക്ക് മറ്റു നിയമങ്ങളുണ്ടാകരുത് എന്നാണതിൽ പറയുന്നത്. ഇതൊരു ജീവിത രീതിയായിരുന്നു. ഈ നിയമത്തിന്റെ ഒരു പ്രധാന ഭാഗം എന്താണെന്ന് വച്ചാൽ 7 ദിവസം നീണ്ടുനിൽക്കുന്നൊരു പരിശീലനമാണ്. ഓരോ ദിവസവും പ്രകൃതിയുടെയും ആത്മാവിന്റെയുമൊക്കെ ഓരോ ശക്തികളുമായി സംവദിക്കണം. ഇവിടെ ഈ ശക്തികളെയാണ് മാലാഖമാരെന്ന് പറയുന്നത്. നോക്കൂ, 1-ാം ദിവസം ഭൂമിയുടെ മാലാഖ, പിന്നെ ജീവന്റെ, ആനന്ദത്തിന്റെ, സൂര്യന്റെ, ജലത്തിന്റെ, സ്നേഹത്തിന്റെ, ജ്ഞാനത്തിന്റെ, അങ്ങനെ ഓരോ ദിവസവും ഓരോന്നിനായി മാറ്റിവെച്ചിരുന്നു. ഇതിൽ നിന്ന് നമുക്കെന്തു മനസ്സിലാക്കാം? ഈ ആദ്യത്തെ കൽപ്പനകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പുറമേയുള്ള കാര്യങ്ങളിലായിരുന്നില്ല, മറിച്ച് ജീവനോടും സ്നേഹത്തോടും ആത്മാവിനോടുമുള്ള ആദരവ്, അങ്ങനെയുള്ള വളരെ ആഴത്തിലുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട തത്വങ്ങളിലായിരുന്നു. കണ്ടില്ലേ, ഭൗമിക മാതാവിനെയും സ്വർഗീയ പിതാവിനെയും ബഹുമാനിക്കുക, ജീവനുള്ള ഒന്നിനെയും കൊല്ലരുത്, സ്നേഹത്തെ നിന്ദിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇത്രയും ഉയർന്ന ആഴത്തിലുള്ളൊരു നിയമം പിന്തുടരാൻ താഴെ കാത്തുനിന്ന് ജനങ്ങൾ ഒരുക്കമായിരുന്നോ? ഇല്ല. ഇവിടെയാണ് കഥയിലൊരു വലിയ ട്വിസ്റ്റ് വരുന്നത്. നമ്മളെല്ലാരും കേട്ടിട്ടുള്ള ആ സംഭവം, സ്വർണ്ണക്കാളക്കുട്ടിയുടെ സംഭവം. മോശ മലമുകളിലായിരുന്ന സമയത്ത് താഴെ കാത്തിരുന്ന ജനങ്ങളുടെ ക്ഷമ പതിയെ പതിയെ ഇല്ലാതാവുകയായിരുന്നു. അവരുടെ വിശ്വാസം ഉലഞ്ഞു തുടങ്ങി. അവസാനം അവർ ആ ഉടമ്പടി ലംഘിച്ചു. അവരൊരു സ്വർണ്ണക്കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ടുകൊണ്ട് മലയിറങ്ങി വന്ന മോശയ്ക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അദ്ദേഹത്തിന്റെ കോപം ആളിക്കത്തി. ആ ദേഷ്യത്തിൽ തന്റെ കയ്യിലിരുന്ന ആ അദൃശ്യ നിയമം എഴുതിയ കൽപ്പലകകൾ അദ്ദേഹം താഴേക്ക് വലിച്ചെറിഞ്ഞു. ആ മരയുടെ താഴ്വാരത്തിൽ വെച്ച് അത് തകർന്നു തരിപ്പണമായി. ഈ ഒരൊറ്റ പ്രവൃത്തി അത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കി. അതോടുകൂടി തികച്ചും വ്യത്യസ്തമായ രണ്ടാമതൊരു നിയമം അവതരിപ്പിക്കേണ്ടി വന്നു. കല്ലിൽ കൊത്തിയ രണ്ടാമത്തെ നിയമം. ഈ പാരമ്പര്യമനുസരിച്ച് ദൈവം മോശയോട് പറഞ്ഞു, വിശ്വാസം കുറഞ്ഞ നിന്റെ ജനത്തിന് ഞാൻ വേറൊരു നിയമം തരാം. അതൊരു കർക്കശ നിയമമായിരിക്കും. കാരണം പ്രകാശത്തിന്റെ രാജ്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത അവർക്ക് വന്നിട്ടില്ല. അതായത് ഉയർന്ന ആ നിയമത്തിന് അവർ തയ്യാറല്ലെന്ന് അവർ തന്നെ തെളിയിച്ചല്ലോ. അങ്ങനെയാണ് മോശ ഈ പുതിയ കൽപ്പനകൾ ജനങ്ങൾക്ക് നൽകുന്നത്. വിഗ്രഹമുണ്ടാക്കരുത്, ശബ്ബത്താചരിക്കണം, കൊല്ലരുത്, മോഷ്ടിക്കരുത്, ഇങ്ങനെ പോകുന്ന ആ നിയമങ്ങൾ. സത്യത്തിൽ ഇതാണ് പിന്നീട് ചരിത്രത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മൾ ഇന്ന് 10 കൽപ്പനകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിപ്പോ 2 നിയമങ്ങളുണ്ടല്ലേ, 2 വഴികൾ. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസമെന്താണ്? അതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അദൃശ്യ നിയമം പറയുന്നത് ജീവനുള്ള ഒന്നിന്റെയും ജീവൻ എടുക്കരുതെന്നാണ്.
അത് വളരെ വിശാലമായൊരാശയമാണ്. പക്ഷേ കർക്കശ നിയമം അതിനെ കൊല്ലരുത് എന്ന് ലളിതമാക്കി. അതുപോലെ സ്നേഹത്തെ നിന്ദിക്കരുത് എന്നത് വ്യഭിചാരം ചെയ്യരുത് എന്നായി. സമ്പത്തിനായി ആത്മാവിനെ വിൽക്കരുത് എന്നത് മോഷ്ടിക്കരുത് എന്നും. കണ്ടോ വ്യത്യാസം? ആദ്യത്തേത് ഹൃദയത്തിൽ നിന്ന് വരേണ്ട ആത്മീയ തത്വങ്ങളാണ്. രണ്ടാമത്തേത് സമൂഹത്തിൽ പാലിക്കേണ്ട നിയമങ്ങളും. അപ്പോ ആ ആദ്യത്തെ നിയമം പൂർണ്ണമായി നഷ്ടപ്പെട്ടോ? ഇല്ല. ഈ വിവരണം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. നീ തകർത്ത ആ കൽപ്പലകകളിലെ നിയമം അതനുസരിക്കാൻ കഴിവുള്ളവരുടെ ഹൃദയങ്ങളിൽ അദൃശ്യമായി ജീവിക്കും. അതായത് പ്രകാശത്തിന്റെ മക്കളുടെ ഉള്ളിൽ ആ ആദ്യത്തെ നിയമം എപ്പോഴും നിലനിൽക്കുന്നു. ഇത് നമ്മളെ വളരെ ആഴത്തിലുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നുണ്ട്. ഒരു നിയമം കല്ലിൽ കൊത്തിവെക്കുന്നതും ഹൃദയത്തിൽ എഴുതപ്പെടുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ധാർമ്മികത എന്നത് പുറമെ നിന്ന് നമ്മൾ അനുസരിക്കേണ്ട കുറെ നിയമങ്ങളാണോ? അതോ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ നയിക്കുന്നൊരു വഴികാട്ടിയാണോ? എന്താണ് നിങ്ങൾ കരുതുന്നത്?